ഞാൻ പറയുന്നത് ഇത് ഒരു പുതിയ സംവിധാനം വേണം, പുരുഷ കമ്മീഷൻ വേണം എന്നല്ല. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ്. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് ഏതാണ്ടോ പൈസക്കാരന്റെ വീട്ടിലെ മൊയന്താ. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. സാധാരണ 20,000 1 ലക്ഷം ഒക്കെ സാലറി വാങ്ങുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? വിവാഹം കഴിച്ചു പോയിഞ്ഞാൽ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മെയിൻ്റനൻസ് പുരുഷന്മാര് കൊടുക്കുന്ന 5,000 6,000 രൂപ മെയിൻ്റനൻസ് കൊണ്ട് ജീവിച്ചു കൊള്ളണം എന്ന് പറയുന്ന നിയമം നമുക്കുണ്ടെന്ന് നമുക്കറിയില്ലേ? 1 ലക്ഷം രൂപ കിട്ടുന്ന സ്ത്രീക്ക് 5,000 രൂപ. ഞാൻ പറയുന്നത് ഇത് ഒരു പുതിയ സംവിധാനം വേണം, പുരുഷ കമ്മീഷൻ വേണം എന്നല്ല. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ഒരേ ഒരു പുരുഷനാണ് ഞങ്ങളുടെ സത്യശീലൻ. ഇവിടെ നല്ല നിയമവ്യവസ്ഥയിലെ ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ റിമാൻഡിൽ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ്. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ വരാം. അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് അല്ല എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഏതാണ്ടോ പൈസക്കാരന്റെ വീട്ടിലെ മൊയന്താ. തത്വം പറയാം. ഞാൻ പറയുന്നു, ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സുന്ദരനും സുമുഖനുമായിട്ടാണ് ജുഡീഷ്യൽ റിമാൻഡ് കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ കാൽപ്പനികത. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ജുഡീഷ്യൽ റിമാൻഡ് ഈസ് ഡിഫറന്റ് ഫ്രം കൺവിക്ഷൻ ഇൻ ജയിൽ. കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ശിക്ഷാ കാലയളവല്ല. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു, പക്ഷേ പ്രശ്നം ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്തതുകൊണ്ടാണ് ഈ സൂയാണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂയാന്നാണ് ഇതിനെ പറയാനുള്ളൂ. ഇയാൾക്കാണോ? അല്ല, പൊതുവെ ആണുങ്ങൾക്ക് മൊത്തത്തിൽ ഇപ്പൊ സൂയാണ്. 14 ദിവസം അകത്ത് പോകുന്ന വലിയ കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് പരാതി കൊടുത്താൽ ഇദ്ദേഹം 14 ദിവസം സുഖമായിട്ട് അകത്ത് പോകും. മുങ്കത്തെ ഉള്ളൂ നിങ്ങൾ. രണ്ട് വക്കീലാണ് എനിക്കറിയാം. അതിനുള്ള ഉത്തരം മറുപടി പറയാം. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാറി? അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. അങ്ങനെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയും ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. ലിംഗ വ്യത്യാസമില്ലാതെ അവകാശ സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വേണ്ടത്. ഇതാരാ യുദ്ധഭൂമി ഒരു പുതിയ പഠൻ? സുപ്രീം കോടതി പറഞ്ഞത് ഇത് ലീഗൽ ടെററിസമായി മാറുന്നതാണ്. കമ്മീഷനുകളെ എതിർക്കുന്നത് കമ്മീഷൻ വേണ്ടേ? വനിതാ കമ്മീഷനും വേണ്ട, മനുഷ്യാവകാശ കമ്മീഷനാണ് ഇവിടെ വേണ്ടത്. അങ്ങനെ വനിതാ കമ്മീഷൻ വേണ്ടെന്നാണ് പറയണേ. ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ? നിവിൻ പോളിയെ വേട്ടയാടിയില്ലേ? എത്രയോ പേരെ വേട്ടയാടി. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂ എന്ന് പറയുന്നത് അന്യായമല്ലേ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കുമ്പോഴേ അതിന്റെ വേദന അറിയൂ. മനസ്സിലായില്ല. ഇവനെന്താ തലയ്ക്ക് നല്ല സുഖമില്ലേ? സമൂഹത്തിലെ ഒരു വിഭാഗത്തിനെയും ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നിയമ സംവിധാനങ്ങൾ വേറിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അക്കമിട്ട് അദ്ദേഹം അത്തരത്തിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല. ജെൻഡറിന്റെ ബേസിലല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു അഫർമേറ്റീവ് ആക്ഷൻ തന്നെയാണ്. ജെൻഡറിന്റെ ബേസിൽ ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട. സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. ഇതുകൊണ്ട് തീർന്നില്ല കേട്ടാ, ഇനി വന്നുണ്ട്. ഒരു വ്യാജ പരാതി കൊണ്ടു കൊടുത്താൽ, സ്ത്രീപീഡന പരാതി കൊണ്ടു കൊടുത്താൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞത്?
എനിക്ക് തോന്നുന്നു വിനീത എഴുത്തുകാരിയുടെ ആയതുകൊണ്ട് ഒരു സങ്കല്പ ലോകത്താന്നും 1 മണിക്കൂർ കൊണ്ട് FIR ഇട്ടിട്ടുണ്ട് കേരളത്തിൽ. ഒറ്റ മണിക്കൂർ കൊണ്ട്. നിങ്ങൾ കരുതുന്നതല്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു SHOയുടെ വിശാല മനസ്സിലത് അവര് FIR ഇടും. പ്രാഥമിക അന്വേഷണം നടത്താൻ കോടതി പറയും. കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. പുരുഷ കമ്മീഷൻ വേണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. രാഹുൽ ഈശ്വർ പറയുന്നത് 14 ദിവസം ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇപ്പോൾ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞത്. അതിനു മുമ്പ് ഇതേ വേദിയിൽ നിന്ന് വനിതകൾക്ക് വേണ്ടി വാദിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ പറയുന്ന സ്ത്രീകളൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പുരുഷന്മാരുടെ ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ വെച്ചത് പറഞ്ഞ് അത് കാണുന്ന സമയത്തുണ്ടാവും. പുരുഷ കമ്മീഷൻ ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല. കാരണം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനഃപൂർവ്വം രാഹുൽ ഈശ്വരൻ ഉണ്ടാക്കുന്നതാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരള നിയമസഭ എന്ന ബില്ലാണ് ഈ കഴിഞ്ഞ നവംബറിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടാണോ പുരുഷ കമ്മീഷൻ ബില്ല് വന്നത്? ഒരു നിയമസഭയും പാസ്സാക്കില്ല. ഈ സാധനം ഇത് ഒരു നിയമസഭയും പാസ്സാക്കില്ല. പെരുമ്പാവൂർ MLA അവതരിപ്പിച്ച ബില്ലാണ്. ഈ ശുംഭനൊന്ന് ചെലക്കാതിരിക്കാൻ പറയണം. നമ്മുടെ കുടുംബ കോടതിയിൽ സാധാരണ 20,000 1 ലക്ഷം ഒക്കെ സാലറി വാങ്ങുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മെയിൻ്റനൻസ് പുരുഷന്മാർ കൊടുക്കുന്ന 5,000 6,000 രൂപ മെയിൻ്റനൻസ് കൊണ്ട് ജീവിച്ചു കൊള്ളണം എന്ന് പറയുന്ന നിയമം നമുക്കുണ്ടെന്ന് നമുക്കറിയില്ലേ? എന്നിട്ട് അപ്പൊ തുല്യ നീതി. 1 ലക്ഷം രൂപ കിട്ടുന്ന സ്ത്രീക്ക് 5,000 രൂപ ജീവിക്കേണ്ടി വരുന്നത്. അല്ല, അപ്പൊ പുരുഷന് വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഒരാളെ ഡൈവേഴ്സ് ചെയ്തു, അവൻ പിന്നെ അന്യ പുരുഷനാണ്. പിന്നെ എന്തിനാണ് അവന്റെ കാശും സ്വന്തം കാലിന് എഡ്യൂക്കേഷൻ നിന്ന് നമുക്ക് ഡിഗ്നിറ്റി സെൽഫ് റെസ്പെക്ട് വേണം. നിന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമുക്ക് വേണ്ടാത്ത കാശ് വാങ്ങിച്ച ആ പെണ്ണ് വേറെ രീതിയിലാവും. എന്തിനാണ്? സ്വന്തമായി ജോലി ചെയ്യണം. അതാണ് വേണ്ടത്. അതാണ് അന്തസ്സുള്ള ഏത് പെണ്ണ് ചെയ്യുന്നത്. സമൂഹം ചലിക്കുന്നത് മുന്നോട്ടാണ്, ഒരിക്കലും പിന്നോട്ടല്ല. പുരുഷനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. പുരുഷാവകാശ കമ്മീഷൻ വേണം തന്നെയാണ് ഞങ്ങളും അഭിപ്രായപ്പെടുന്നത്. ഇക്വാലിറ്റി തന്നെയാണ് വേണ്ടത്. അപ്പോ സ്ത്രീകൾക്ക് ഒരു സ്ഥലം ഉള്ളതുപോലെ തന്നെ പുരുഷന്മാർക്കും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ഇതാക്കാനും ഒരു സ്ഥലം വേണം. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കും പുരുഷാവകാശം വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവകാശമുള്ള പോലെ തുല്യമായിട്ട് തന്നെ പുരുഷന്മാർക്കും അവകാശമുണ്ട്. സ്ത്രീകൾക്ക് വേദന എടുക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും വേദന എടുക്കും. അപ്പൊ അവർക്ക് ചോദിക്കാനും ആൾക്കാർ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്. പിന്നെ ഫെമിനിസം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായം, അത് എൻ്റെ കാഴ്ചപ്പാട്. യെസ് പറയാൻ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ യെസ് പറയുക, എനിക്കിഷ്ടമല്ലെങ്കിൽ നോ പറയുക. അതാണ് എൻ്റെ ഫെമിനിസം. അതാണ് എൻ്റെ പാരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും. അല്ലാതെ ഒരു പുരുഷനും സ്ത്രീ ഇല്ലാതെ ഈ ലോകമില്ല. നമ്മുടെ വീട്ടിൽ അച്ഛനായിട്ടോ സഹോദരനായിട്ടോ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ മകനായിട്ടോ ഒരു പുരുഷനുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളും ഉണ്ട്. പുരുഷന്മാരെ എല്ലാവരും അടിച്ചാക്ഷേപിക്കരുത്. എന്നാ പിന്നെ ഞാനങ്ങട്